യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ സന്ദേശം 24 ലഭിച്ചു. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനാണ് ഈ സന്ദേശം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു ലോയർ സ്ത്രീ, വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ അതുമായിട്ട് അവർ തന്നെ ഫോണിൽ ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പൊ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? എന്താണ്, എല്ലാവരും ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഭയങ്കര വിഷമത്തോടെ ഇവിടെ കാര്യങ്ങളൊക്കെ, എന്താണ് കാര്യം, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? യമനിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്ന നിമിഷപ്രിയയ്ക്ക് യമൻ യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് വധശിക്ഷ വിധിച്ചത്. നേഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ 2014 കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ സഹായം നിമിഷപ്രിയ തേടുന്നത്. 2017 അബ്ദു മഹദി കൊല്ലപ്പെട്ടത്. അബ്ദു മഹദിയുടെ പീഡനങ്ങൾ സഹിക്കാതെ വന്നപ്പോഴാണ് കൊലപാതകം നടത്തിയെന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ നിമിഷയെ ഉപദ്രവിക്കുമായിരുന്നു. ലഹരി മരുന്നിന് അടിമയായ തലാലിനും കൂട്ടുകാർക്കും വഴങ്ങാൻ നിർബന്ധിക്കുമായിരുന്നുവെന്നും നിമിഷ പരാതിയിൽ പറയുന്നുണ്ട്. നിമിഷപ്രിയ ഭാര്യയാണെന്ന് തലാൽ പലരെയും വിശ്വസിപ്പിച്ചിരുന്നു. ഇതിനുള്ള രേഖകളും തലാലിന്റെ പക്കലുണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം ക്ലിനിക്ക് തുടങ്ങാനുള്ള വ്യാജരേഖയായിരുന്നുവെന്നാണ് നിമിഷപ്രിയയുടെ മൊഴി. ക്ലിനിക്ക് തുടങ്ങാൻ സഹായിച്ചെങ്കിലും വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി. സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു, വിറ്റതായും നിമിഷ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ജയിലിലായ തലാൽ പുറത്തെത്തിയ ശേഷം കൂടുതൽ ഉപദ്രവകാരിയായി. ജീവിക്കാൻ അനുവദിക്കില്ലെന്ന നില വന്നതോടെ ഒരു ദിവസം അനസ്തേഷ്യയ്ക്കുള്ള മരുന്ന് നൽകി മയക്കിയെന്നും ഉണരുന്നില്ലെന്ന് കണ്ടതോടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കോടതിയിൽ പറഞ്ഞത്. മൃതദേഹം നശിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറിലാക്കി ജലസംഭരണിയിലിട്ടു. സംഭവശേഷം സ്ഥലം വിട്ട നിമിഷപ്രിയ 200 കിലോമീറ്ററിലധികം ദൂരെ മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നു. ഇതിനിടെ കാണാതായ തലാലിന് വേണ്ടി ബന്ധുക്കൾ അന്വേഷണം തുടങ്ങി. നിമിഷയുടെ ചിത്രം പത്രത്തിൽ കണ്ട ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്നാണ് കേസ് നടപടികൾ വന്നതും കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതും. ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സൗണ്ടിലുണ്ട് ഈ ഒരു മരണത്തിനോടുള്ളൊരു പേടി തന്നെയുണ്ട്. അത് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അതിനെ തുടർന്നാണ് ഇതേ കണക്കത്തുള്ള ഇൻഫോർമേഷൻ ഒരു ഓഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചിരിക്കുന്നു. പക്ഷേ നമുക്കുണ്ടെങ്കിൽ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അതും പണത്തിനോട് ഭയങ്കര ഒരു ആർത്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതേ കണക്കത്തുള്ള ഒരു കാര്യത്തിൽ ചെന്ന് അകപ്പെടാനൊരു കാരണം. ഇല്ലെങ്കിൽ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഉണ്ടെങ്കിൽ ക്ലിനിക്ക് തുടങ്ങണമെന്നൊരു ആവശ്യമുണ്ട്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു യുവാവിൻ്റെ സപ്പോർട്ട് തന്നെ വേണം. അങ്ങനെയാണ് അവനെ ആ യമാനുവിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഇങ്ങനെ അവർ സംസാരിക്കുക. അതോടെ തന്നെ അവൻ്റെ ഒരു സഹായത്തിലൂടെയാണ് ഇങ്ങനെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നത്. സോ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഈ രാജ്യത്ത് നിൽക്കുന്നത് കള്ളത്തരം കാണിച്ചിട്ടായിരിക്കും. ആ സമയത്തുണ്ടെങ്കിൽ ആ പയ്യനുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടുത്താനാണ് ശ്രമിച്ചത്. ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേരെ കടക്കാനും അതോടെ തന്നെ അവൻ്റെ പേഴ്സണൽ യൂസിനും വേണ്ടി അവളെ ഉപയോഗിക്കുക. അതോടെ തന്നെ ആ ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്ന പൈസയെല്ലാം അവനാണ് എടുക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ പ്രിയയ്ക്കുണ്ടെങ്കിൽ ഒരു ഐഡിയ വരുന്നത്. അവനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കേസിൽ പെടുത്തി അങ്ങനെ ജയിലിലാക്കാമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അങ്ങനെ അവനെ ജയിലിലാക്കുകയും ചെയ്യുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇതേ കണക്ക് പിന്നെ അവർ റിലീസായിട്ട് അവളെ ശല്യം ചെയ്യാൻ വരികയാണ്. അതിനെ തുടർന്നാണ് കൊന്നതെന്നാണ് പോലീസിൻ്റെ അടുത്തും മീഡിയ അടുത്തും എല്ലാവരും പറഞ്ഞേക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെ അവർക്ക് ശിക്ഷ എന്ന് പറയുന്നത് അറിയിക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ്. പക്ഷേ അവനും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരാളെ കൊല്ലുന്നത് തീർച്ചയായിട്ടും അതൊരു ശിക്ഷ തന്നെ ആയിരിക്കും. സോ മാക്സിമം ഉണ്ടെങ്കിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല എന്നൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു ശിക്ഷ എന്ന് പറയുന്നത് നടപ്പിലാക്കാനുള്ളത്. ഒരു കൊലപാതകം ചെയ്താൽ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കണം. പക്ഷേ ഇങ്ങനത്തെ ഒരു അവസാനത്തെ സമയമായപ്പോഴും എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലത്തുള്ള ഒരു ഓഡിയോ സെൻഡ് ചെയ്തിരിക്കുന്നതും. സോ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് എന്തുവെന്നാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക.